ഉമയ്യത്ത് ബിൻ അബി സൽത്താരാണ്. അദ്ദേഹം മുസ്ലിം അല്ലാത്തൊരു കവിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കവിത ഈമാൻ സ്വീകരിച്ചു, ഹൃദയം വിരോധിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ കവിത ഈമാൻ സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ ഹൃദയം അതിന് വിലങ്ങി നിന്നു. എന്നുവെച്ചാൽ പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളുന്ന തിയോളജിയും മനോഹാരിതയും ഒക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാൻ പറ്റും. പക്ഷെ ആള് വിശ്വസിച്ചില്ല. അപ്പോ വിശ്വാസിയല്ലാത്തൊരു മനുഷ്യന്റെ കവിതയെ പോലും മുസ്ലിം റളിയല്ലാഹു അൻഹു, ഞാനീ പറയുന്ന അബൂ സൽത്തിന്റെ ഹദീസ് അദ്ദേഹത്തിന്റെ സഹീഹിൽ 2555 ഉദ്ധരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനത് പരിശോധിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഒരു പരിമിതിയുണ്ട്, അങ്ങോട്ട് എത്തണില്ല. എന്തായാലും മുസ്ലിമിലെ ഹദീസാണ്, നമുക്ക് വെറുതെ സെർച്ച് ചെയ്യാം. ഉമയ്യത്ത് ബിൻ അബി സൽത്ത്, അതോടുകൂടെ ഹദീസ് വരും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു അന്യ മതക്കാരനാകുന്ന ആളുടെ കവിത റസൂലുള്ളാഹി ആസ്വദിക്കുകയാണ്. എന്തിന്? അതാണ് കവിത, അതാണ് ഭാഷ. അതിന്റെ ഭാഗമായി നമുക്ക് ഭാഷാ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ എഴുത്തച്ഛന്റെ കവിത പഠിക്കുന്നുണ്ട്. ആധുനികമായിട്ടുള്ള പോസ്റ്റ് മോഡേണിസത്തിന്റെ ശേഷമുള്ള ഈ മലയാള കവിതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിയുടെ കവിത പഠിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ നമ്മൾ മധുസൂദനൻ നായരുടെ കവിത പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഭാഷാ പഠനത്തിന്റെ പ്രധാന ഭാഗമാണ് കവിത. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ഗ്രന്ഥങ്ങളും സന്ദേശങ്ങളും കവിതാ രൂപത്തിലാകുന്നു. ഫിഖിൽ പോലും നമുക്കറിയാം, ഉമറുൽ വർദി തങ്ങളുടെ സുബദ്, ഫിഖിന്റെ മസ്അലകളെ കവിതയായി മനോഹരമായി സംവിധാനിച്ച ആ ഒരു ഗ്രന്ഥം. നിരവധിയായ മഹാപണ്ഡിതന്മാർ അതിന് ഷറഹ്. എന്തുകൊണ്ടാണ് കവിതയിലേക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ മാറുന്നത്? നഹ്വിന്റെ അൽഫിയ നമുക്കറിയാം. അതേ പ്രകാരം തന്നെ വേറെയും ഹദീസിന്റെ ഇസ്തിലാഹ് പറയുന്ന ഇബ്നു സലാഹിന്റെ അൽഫിയ നമുക്കറിയാം. ഇതൊക്കെ എന്താണ്? മനുഷ്യന് പെട്ടെന്ന് കാണാൻ പഠിക്കാൻ പറ്റുന്ന വിധം ഇത് മാറ്റുകയാണ്. ഒരു ഗദ്യം നമ്മൾ എത്ര കാണാതെ പഠിച്ചാലും പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു കവിത പഠിച്ചാൽ അതൊന്നും നമുക്ക് ഓർക്കാൻ പറ്റും, പെട്ടെന്ന് അത് അയവിറക്കാൻ പറ്റും. അതിലുള്ള കാര്യങ്ങൾ വേഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പൊ കവിത അന്യനാള് പാടുന്നത് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിക്കുകയാണ്. നബി തങ്ങൾ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് പുതപ്പ് കൊടുത്തു, ഒരു നല്ല പ്രോത്സാഹനം നൽകി. അദ്ദേഹത്തിന്റെ ബാനത്ത് സ്വാദയുടെ കവിതയുടെ ആദ്യ ഭാഗമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആത്മീകമായ വശം തീരെ മനസ്സിലാവില്ല. അന്ന് പൊതുവെ ഉണ്ടായിരുന്ന ഒരു കവിതാ രീതിയാണ് ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും അതിനെ വിശദീകരിച്ച് മനോഹരമായി വർണ്ണിച്ച് അവസാനം അവർ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് സ്വാദ് എന്ന പെണ്ണിനെ കുറിച്ച് കഅബ് ബിൻ സുഹൈർ വർണ്ണിക്കുന്നത്. ആ സ്വാദ് പ്രത്യക്ഷയായി എൻ്റെ ഹൃദയം അവളുമായി വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും പറഞ്ഞിട്ട് അവളെ കുറിച്ചുള്ള വർണ്ണനയാണ്. അവസാനം എത്തി ഈ സ്ത്രീയെ കുറിച്ച് വർണ്ണിക്കാവുന്നതിൻ്റെ പരമാവധിയൊക്കെ വർണ്ണിച്ച് പിന്നെ അങ്ങോട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇവളൊക്കെ എവിടെ കിടക്കണേ? എൻ്റെ നബിയുടെ മുന്നിൽ, നബിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ, പ്രഭാവത്തിന് മുന്നിൽ. മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സൃഷ്ടി വൈഭവത്തിന് പിന്നിൽ, ആകാര സൗഷ്ഠവത്തിന് പിന്നിൽ എന്ത് സ്വാദാന്നും പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇതിന്റെ ആദ്യ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തീരെ ധാർമ്മികമല്ല എന്ന് തോന്നിപ്പോകും. പക്ഷേ കവിയുടെ ഉദ്ദേശം സമ്പൂർണമായി അറിയുന്നത് കൊണ്ട് ഹബീബായ നബി തങ്ങൾ അത് ആലപിക്കാൻ അനുവദിക്കുന്നു എന്ന് മാത്രമല്ല, ആലാപന ശേഷം അന്ന് മൂല്യവത്തായ ഒരു സമ്മാനം ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഈ മതത്തിന് അത്രമേൽ ബന്ധമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഅവാ മേഖലകൾ സജീവാക്കാൻ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷകളൊക്കെ നമുക്ക് പഠിക്കേണ്ടി. നമ്മുടെ ദഅവ യൂറോപ്പിലേക്കാണ് നമ്മൾ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂറോപ്പിലെയും പൊതുവെ ലോകഭാഷ എന്നിപ്പോൾ അറിയപ്പെടുന്ന ഇംഗ്ലീഷും നമ്മൾ നല്ലോണം പഠിക്കേണ്ടി വരും. അതിൻ്റെ കവിതകൾ വായിക്കേണ്ടി വരും. പിന്നെയും നമ്മൾ അതേക്കുറിച്ചുള്ള ഭാഷാ ഗവേഷണങ്ങൾ നടത്തേണ്ടി വരും. ആധുനിക കാലത്ത് ധാരാളമായി ഭാഷാ ഗവേഷണം നടത്തിയ ആളാണ് നോം ചോംസ്കി. അവിടെ ഭാഷാ പഠനത്തിൻ്റെ ചില ആധുനിക രീതിശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ഉപാധിയാകുന്നത് കൊണ്ട് ഭാഷ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം നന്നായിട്ട് പഠിക്കണം.
നമുക്കൊരാശയം ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ ഈ മലയാളത്തിൽ ഒരാൾക്കും മനസ്സിലാകാത്ത നമ്മുടെ അതിപ്രാദേശികമായ കൊളോക്കിയൽ ഇനി ഒന്നും സ്വീകരിച്ചാൽ ചിലപ്പോൾ മതിയായിക്കൊള്ളണമെന്നില്ല. മറ്റൊരാൾ പറയണത് നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നുമില്ല. മലയാളത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയണത്, നമ്മുടെ പ്രബോധനത്തിൻ്റെ മുൻഗണനാക്രമം ആദ്യം നിശ്ചയിക്കണം, ആരോടൊക്കെ എന്തൊക്കെ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഭാഷ പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഈ യാത്രികരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ സംസ്കാരങ്ങളൊക്കെ പഠിക്കാനും വന്ന കുറേ ആളുകളുണ്ട്, ഓറിയന്റലിസ്റ്റുകളും അല്ലാത്തവരും. അവർക്കൊരു സ്ഥലത്ത് പോയാൽ അവിടെയുള്ള ഭാഷ ആദ്യം പഠിക്കണം. അതിനുവേണ്ടി ശരിക്കും ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ ഉദാഹരിക്കാം, മലയാളമായിട്ട് ബന്ധപ്പെട്ട്. അയാളാണ് മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ നിഘണ്ടുണ്ടാക്കുന്നത്. മലയാളിയല്ല അടിസ്ഥാനപരമായി, അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹമാണ് തലശ്ശേരിയിലെത്തിയിട്ട് ഭാഷ പഠിച്ച് അത്രമേൽ ഉഷാറാക്കി ആദ്യം മലയാള ശൈലി നിഘണ്ടുണ്ടാക്കുന്നത്. പിന്നെ മലയാളം ഇംഗ്ലീഷ് ഉള്ള ഈ റിവേഴ്സ് ഡിക്ഷണറി ഉണ്ടാക്കുന്നതൊക്കെ അദ്ദേഹം. എന്തുകൊണ്ടാണ്? ഒരാൾ വന്ന് കാര്യമായി അതങ്ങോട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന അവരുടെ പിൻഗാമികളാകുന്ന പ്രബോധകന്മാർക്ക്, മിഷനറിമാർക്ക് ഈ ഭാഷ സ്വായത്താക്കാൻ എളുപ്പമുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഫാദർ ലൂയിസ് അൽമുഞ്ചിദ് ഉണ്ടാക്കുന്നത്. അല്ല നമ്മുടെ പഠനം ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ല അയാൾ മുഞ്ചിദ് ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ വന്ന് ഇതിനു വേണ്ടി ഉംറ അങ്ങോട്ട് മുഴുവൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഭാഷയിൽ അത്രമേൽ ഉൽപ്പത്തി ഉണ്ടാവും. അതെല്ലാം കൂടി അദ്ദേഹം എഴുതി വെച്ച് ഒരു ഗ്രന്ഥരൂപത്തിലാക്കി പിൽക്കാലക്കാർക്ക് കൈമാറുകയാണെങ്കിൽ ഇദ്ദേഹം എടുത്ത ഒരായുസ് വേണ്ട, അവർക്ക് 1 വർഷമൊക്കെ എടുത്താൽ തന്നെ ആ ഭാഷ മുഴുവനായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് അൽമുഞ്ചിദ് രൂപപ്പെടുന്നത്. കലക്ടർമാരൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും നാട്ടിലുള്ള കലക്ടർമാരാണ് മറ്റൊരു ജില്ലയിലേക്ക് വരിക. അവരവിടെ വന്നാൽ 15 ദിവസം 20 ദിവസം കൊണ്ട് ഏകദേശം ആ നാട്ടിലെ ഭാഷ ഇത്തിരിയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യത്തിലേക്ക് എത്തും. പിന്നെയും അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇത്തിരിയൊക്കെ സംസാരം കേൾക്കുമ്പോൾ ഇത്തിരി വൈകല്യം തോന്നിയാലും കാര്യം മനസ്സിലാക്കാൻ മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രം അവരൊക്കെ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആരെയാണ് പ്രബോധനത്തിന് മുന്നിൽ കാണുന്നത്, അവരുടെ ഭാഷ പഠിക്കണം. എന്തായാലും ഇംഗ്ലീഷ്, ഉറുദു പോലെയുള്ള ഭാഷ നമ്മുടെ ഇന്ത്യയിലെ ദൈവത്താണെങ്കിലും ഇത്തിരി പുറത്തു പോവാണെങ്കിലും നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നന്നായിട്ട് പഠിക്കുന്നത്.